40 ദിവസത്തിലേറെയായി കുടിവെള്ളം പാഴായി പോകുന്നതായി ചുനങ്ങാട് സ്വദേശി സജു മാത്യുവിന്റെ പരാതി. ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി സജു മാത്യുവിന് 40 ദിവസമായി കുടിവെള്ളം ലഭ്യമാകുന്നില്ലെന്ന് പരാതി. ഇതിനോടകം തന്നെ ജലവിഭവ മന്ത്രിക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കടക്കം പരാതി നൽകിയതായും സജു മാത്യു പറയുന്നു. പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും റിട്ടയർഡ് സർക്കാർ ജീവനക്കാരൻ കൂടിയായ സജു മാത്യു പറയുന്നു. വാട്ടർ അതോറിറ്റിയിൽ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു 40 ദിവസമായിട്ട് കുടിവെള്ളമില്ല. ഫെബ്രുവരി 12-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കംപ്ലൈൻറ്റ് വിളിച്ചു പറയുന്നത്. 12-ാം തീയതി കംപ്ലൈൻറ്റ് വിളിച്ചു പറഞ്ഞു, യാതൊരു നടപടിയും ഉണ്ടായില്ല. 28-ാം തീയതി വരെ ഞാൻ പിന്നെ വിളിച്ചില്ല, കാരണം എനിക്ക് അത്യാവശ്യം വേറെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ മൊത്തത്തിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും. സാധാരണ ഈ മോട്ടറൊക്കെ കത്തിയിട്ടൊക്കെ കുറച്ച് കാലങ്ങളിലൊക്കെ വെള്ളം ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പം മൊത്തത്തിലുള്ള കംപ്ലൈൻ്റൊക്കെ ആയിരിക്കും, ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നീട് 28-ാം തീയതി വരെ വിളിച്ചില്ല. 28-ാം തീയതി എൻ്റെ കിണറ്റിലെ വെള്ളം ഏതാണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വന്നപ്പോൾ വെള്ളത്തിൻ്റെ അത്യാവശ്യം വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. തന്നെയല്ല ആ സമയമായപ്പോൾ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പിന്നെ അടുത്തുള്ള എല്ലാ വീട്ടിലും വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ 28-ാം തീയതി വീണ്ടും വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നു. അപ്പോൾ അവർ നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള കംപ്ലൈൻറ്റാണ്, ബാക്കി വേറെ പമ്പിങ്ങിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പൈപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എവിടെയെങ്കിലും അടഞ്ഞിരിക്കുകയോ മറ്റോ ഉണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അതനുസരിച്ച് ഞാൻ പോയി നോക്കി, റോഡ് വരെ പോയി നോക്കി. അപ്പോൾ നമ്മളുടെ വാൽവും നമ്മുടെ മീറ്ററും ഒക്കെ കഴിഞ്ഞിട്ടും റോഡ് വരെ പോയി നോക്കി. അപ്പോൾ റോഡ് വരെ പോയി നോക്കിയപ്പോൾ റോഡിലെ ഓടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്, ശരിക്കും ശ്രദ്ധിച്ചാലേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ പോയി നോക്കിയപ്പോഴവിടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലംബർ വിളിച്ചു. മറ്റേ ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണ പ്ലംബറാണ് പോലും. പ്ലംബർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, വീടും സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വെള്ളം ഇങ്ങനെ ഓടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ പൈപ്പാണോ പൊട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ വെള്ളമില്ല, ഓടെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ എനിക്ക് അത് ഏത് പൈപ്പ് പൊട്ടിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒന്നും പറയാണ്ട് ഫോൺ കട്ട് ചെയ്തു. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കുകയും 40 ദിവസത്തിലേറെയായി പാഴായി പോകുന്ന വൈദ്യുതിയും കുടിവെള്ളവും തടയുകയും വേണമെന്നാണ് സജുവിൻ്റെ ആവശ്യം. 22-ാം തീയതിയായിട്ട് ഇതുവരെ ഒരു നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ഒരാളും. എൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് എന്താണെന്നുള്ള ഒരു അന്വേഷണം പോലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ AXO അല്ലെങ്കിൽ പിന്നെ AEO മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഉണ്ടായിട്ടില്ല. പ്ലംബറും തിരിഞ്ഞു നോക്കിയിട്ടില്ല. യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടിയിട്ടില്ല. ഇത് ഭയങ്കര അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. എന്ത് പറഞ്ഞാലും ഒരു കംപ്ലയിൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊക്കെ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കിട്ടിയാൽ ഉടനടി നടപടി എടുക്കുന്ന രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഒരു അന്വേഷണം വരും ദിവസം തന്നെ. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കൺസ്യൂമർക്ക് സേവനം മുടങ്ങിയ കാര്യമാകുമ്പോഴത്തേക്കും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉടനടി ഇടപെടുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെയാണ്. ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇത്ര കാലമായിട്ടും 7-ാം തീയതി കൊടുത്ത കംപ്ലയിൻറ്റ് 22-ാം തീയതി ആയിട്ടും 15 ദിവസം കഴിഞ്ഞിട്ടും ഒരു അന്വേഷണവും നടത്താണ്ട് നമ്മളുടെ കംപ്ലയിൻറ്റ് പരിഹരിക്കാണ്ടിരിക്കുന്നത് ഭയങ്കര അതിശയകരമാണ്. എന്തായാലും